ഹായ് ഓൾ, ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമിയെക്കുറിച്ചാണ് ഈ വീഡിയോ. 2011 ഫെബ്രുവരി 1 ഗോവിന്ദച്ചാമി ജീവിതാവസാനം വരെ ജയിലിൽ കഴിയാനിടയാക്കിയ ക്രൂരകൃത്യം. അന്ന് രാത്രിയാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സൗമ്യ എന്ന പെൺകുട്ടിയെ മൃതപ്രായയാക്കി ബലാത്സംഗം ചെയ്തത്. ദൃക്സാക്ഷികളില്ലാത്ത കേസായിരുന്നു അത്. ഷൊർണൂർ പാസഞ്ചറിൽ തൊട്ടടുത്ത കോച്ചിൽ യാത്ര ചെയ്തിരുന്നയാളുടെ മൊഴിയാണ് നിർണായകമായത്. ട്രെയിൻ തൃശ്ശൂർ വള്ളത്തോൾ നഗറിലൂടെ കടന്നുപോകവേ ഒരു കരച്ചിൽ കേട്ടാണ് ഇദ്ദേഹം വാതിൽക്കലെത്തി നോക്കിയത്. ഒറ്റക്കയ്യനായ ഒരാൾ പൂച്ചയെപ്പോലെ ചാടി നിവരുന്നത് മാത്രം കണ്ടു. സാക്ഷിയായ വ്യക്തി അപായച്ചങ്ങല വലിക്കാൻ തുനിഞ്ഞെങ്കിലും എല്ലാവരുടെയും യാത്ര മുടങ്ങുമെന്ന് പറഞ്ഞ് സഹയാത്രികർ ഇത് തടഞ്ഞു. ട്രെയിൻ ഷൊർണൂരിൽ എത്തിയ ശേഷമാണ് സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ അവശനിലയിലായ പെൺകുട്ടിയെ നാട്ടുകാർ ട്രാക്കിൽ കണ്ടെത്തി പോലീസിനെ അറിയിച്ച് ആശുപത്രിയിലാക്കി. പീഡനം നടന്നതായി പിന്നീടാണ് വ്യക്തമാകുന്നത്. യാത്രക്കാരനായ സാക്ഷി പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് പോലീസ് ക്രൈം സീൻ തയ്യാറാക്കി. ഒറ്റക്കയ്യനായ കുറ്റവാളിക്കായി അന്വേഷണം തുടങ്ങി. അടുത്ത ദിവസം പാലക്കാടിനടുത്ത് വെച്ച് ഗോവിന്ദച്ചാമി റെയിൽവേ പോലീസിൻ്റെ പിടിയിലായി. 5 ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച ശേഷം സൗമ്യ എന്ന പെൺകുട്ടി ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. ഇടതു കൈപ്പത്തി ഇല്ലെന്നതാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിൻ്റെ അടയാളം. ആദ്യം പിടിയിലായതും കഴിഞ്ഞ ദിവസം ജയിൽ ചാട്ടത്തിന് ശേഷം വഴിയാത്രികർ തിരിച്ചറിഞ്ഞതും പ്രധാനമായും ഈ അടയാളം വെച്ചാണ്. വധശിക്ഷയിൽ ഇളവ് കിട്ടാനും ഈ അംഗപരിമിതി വെച്ച് ഇയാളുടെ വക്കീൽ വാദിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ കൈപ്പത്തി നഷ്ടമായതെങ്ങനെയെന്നറിയാൻ 14 വർഷം മുമ്പ് കേരള പോലീസ് നടത്തിയ അന്വേഷണം ഗോവിന്ദച്ചാമിയുടെ മറ്റൊരു സാഹസത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഗോവിന്ദച്ചാമിയുടെ വേരുകൾ തേടി ബലാത്സംഗ കൊലക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ ഒരു തിരുട്ട് ഗ്രാമത്തിലെത്തിയിരുന്നു. ഇയാൾ വളർന്ന പ്രദേശമാണിത്. അവിടുത്തെ നാട്ടുകാരാണ് പോലീസിനോട് ആ കഥ പറഞ്ഞത്. ഒരിക്കൽ ഒരു ഇടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്നു ഗോവിന്ദച്ചാമിയും കൂട്ടാളിയും. രക്ഷപ്പെടാനായി ബൈക്ക് അതിവേഗം ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞു വന്ന ലോറിക്ക് അടിയിൽപ്പെടുമെന്നായി. ബ്രേക്ക് ഇട്ടിട്ടും ബൈക്ക് നിയന്ത്രിക്കാൻ കഴിയാതായതോടെ പിന്നിലിരുന്ന ഗോവിന്ദച്ചാമി സ്വന്തം കൈ പിൻചക്രത്തിലെ കമ്പികൾക്കിടയിൽ തിരുകി. ബൈക്ക് സഡൻ ബ്രേക്കിട്ട പോലെ നിൽക്കുകയും ലോറി തലനാരിഴയ്ക്ക് കടന്നുപോവുകയും ചെയ്തു. 2 പേരുടെയും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ചാമിക്ക് കൈപ്പത്തി നഷ്ടമായി. ഇത്തരം വീരകഥകളാണ് നാട്ടുകാർ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത്. ഗോവിന്ദച്ചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ പോലീസിന് ഇത്തരം വിവരങ്ങൾ സഹായമാവുകയും ചെയ്തു. കുറ്റം ചെയ്യാനും രക്ഷപ്പെടാനും ഗോവിന്ദച്ചാമി എന്തു സാഹസവും ചെയ്യുമെന്നാണ് ഇന്നലത്തെ ജയിൽ ചാട്ടം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജയിലിലാക്കി സമൂഹത്തിന് സുരക്ഷ ഒരുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അവർ അത് നന്നായി നിർവഹിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.